സുഹൃത്തുക്കളെ, ഞാൻ നെക്സ്റ്റ് ഇപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു രാഷ്ട്രീയം ഈ അത്രയ്ക്ക് വിവരം കേട്ട ജനങ്ങളാണോ ഇന്ത്യയിലുള്ളതെന്ന് വിചാരിച്ചു. പക്ഷേ ജനങ്ങൾ പവർഫുള്ളാണ്. കഷ്ടിച്ച് NDA സർക്കാർ ഈ സംഘടനാപരമായിട്ട് RSSൻ്റെയും മറ്റുള്ള സമുദായത്തിൻ്റെയും പിൻബലത്താൽ കഷ്ടിച്ച് അവർക്ക് ഭൂരിപക്ഷം കിട്ടിയിരിക്കുന്നു. നമുക്ക് പ്രതീക്ഷയുണ്ട്. ഇത് രാഹുൽ ഗാന്ധി എന്ന മനുഷ്യൻ ജനങ്ങളുടെയും വിജയമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ അയോധ്യയിൽ BJP തിരിച്ചടി. അയോധ്യയിൽ തിരിച്ചടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഇത് ശ്രീരാമദേവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, കഥകളിൽ കേട്ടിട്ടുണ്ട്. അദ്ദേഹം സ്വന്തം രാജ്യവും എല്ലാം ഉപേക്ഷിച്ചിട്ട് സത്യത്തിനും നീതിക്കും വേണ്ടിയും സ്വന്തം ഭാര്യയും പോലും ജനങ്ങൾക്ക് വേണ്ടി വിഷയത്തിൽ വിട്ടുപോയ മനുഷ്യനാണ്. അത്രയ്ക്ക് സത്യസന്ധവും പൂർണ്ണമായും ജനങ്ങളോട് അംഗീകരിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ വെച്ചിട്ടുള്ള കളി അയോധ്യയിൽ തിരിച്ചടി കേട്ടാ. എത്ര തോട്ടിന് BJP തോറ്റു തകർപ്പനായി. അദ്ദേഹത്തിൻ്റെ മുഖം കണ്ട മോഡിയുടെ ജനങ്ങളെന്നും പറ്റിക്കാന്നുള്ള ഒരു ചിന്താഗതി ഉണ്ട്. അതുപോലെ നമ്മുടെ പിണറായി ചേട്ടാ, ജനങ്ങളെ എത്ര നാളും ഒരു അബദ്ധം പറ്റിയവർക്ക് പിന്നെയും പറ്റിക്കാൻ നോക്കി നടക്കും. ജനങ്ങൾ തകർത്തത് ഇപ്പോഴായി കളഞ്ഞ് പിണറായി. ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത കേന്ദ്ര സംസ്ഥാനങ്ങളിൽ ജനങ്ങൾ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയോട് കണ്ടുകൊണ്ടാണ് ശക്തമായ ജനങ്ങൾ പ്രതിഷേധം. പിന്നെ അടുത്ത് വരുന്ന വിപണിയുടെ ചരിത്രം ഇടത് കേട്ടാ. ഇവന്മാരാണ് ഈ ലോകം ഇന്ത്യയും വെറും മാർക്കറ്റിൽ തന്ത്രമായിട്ട് ജനങ്ങൾ കൊണ്ടുവന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് സിം കിട്ടിയിരുന്നതൊക്കെ ഇപ്പോൾ മാസം 200-300 വെച്ചിട്ട് മാസം 2 കൊടുത്തിരിക്കുകയാണ്. അത് വെറും മാർക്കറ്റിംഗ്. എന്ത് പ്രൊഡക്റ്റും നിസ്സാരമായിട്ട് വിൽക്കാമെന്ന രീതിയിലുള്ള പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ ബുദ്ധി എന്താണ് ഇവന്മാരുടെ 5 ലക്ഷം കോടി ഇവർ കിട്ടി തുടങ്ങും. ജനങ്ങൾ എന്നും പറ്റിക്കാന്നുള്ള രീതി ഇപ്പം നോക്കില്ല. ആ രീതിയിലുള്ള ചിന്താഗതിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യമായാലും ഏത് ഭരണാധികാരിയിലും നടക്കില്ല എന്നുള്ളത് തെളിവാണത്. ജനങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും ഇന്ത്യൻ ടീമിനും ഒന്നിച്ചു നിന്നു. അവർക്ക് പറയാൻ എല്ലാവർക്കും നിലനിൽപ്പിൻ്റെ വിഷയമായത് ജനങ്ങൾക്കും അവർക്കും എല്ലാവർക്കും ഒരു ഏകാധിപതി ഭരണാധികാരിയുടെ അന്ത്യമായിട്ട് ഇതിനെ കാണുന്നു. നമുക്ക് ശക്തമായിട്ട് ജനാധിപത്യത്തെ ഇനി വിശ്വസിക്കാം. ശക്തമായിട്ട് നമ്മുടെ കൂടെ ജനങ്ങളുണ്ടെന്നുള്ള വിശ്വസിക്കാം. ഇനിയും തിരിച്ചടികൾ രാഷ്ട്രീയം തുടർന്നുകൊണ്ടേയിരിക്കും. സ്പിരിറ്റ് ജ്ഞാനിയേട്ടാ, ഇത് അങ്ങനെയൊക്കെ തകർന്നരിപ്പിടമായി പോയി. എന്തായിരുന്നു ജനങ്ങളുടെ രാജാവെന്നുള്ളത് വീണ്ടും തെളിയിച്ചിരിക്കുന്നു.